ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NF ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, ഞാൻ പിന്നെ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഐസ്ക്രീം 5 ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത്. മുമ്പിട്ട വീഡിയോ കാണാത്തവർ പോയി കാണുക ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ആദ്യം തന്നെ ഒരു കട്ട് സീനാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോഡ് പറയാണ്, എപ്പോഴും നമ്മൾ റോഡിൻ്റെ ഇത് എസ്കേപ്പ് ആകുമെന്നൊക്കെ പറയാണ്. എന്നിട്ട് റോഡ് പറയാണ്, നമ്മൾ ഫാക്ടറിയുടെ അകത്ത് തന്നെ നമ്മളെല്ലാവരും ഉണ്ടെന്ന് റോഡിന് അറിയാമല്ലോ. അതുകൊണ്ട് റോഡ് ഇത്തിരി കാമാണ് ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് മൈക്കായിട്ടാണ് ഗൈസ് കളിക്കുന്നത്. മൈക്കും ജെയും ഒരുമിച്ച് ആക്കൽ, അതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. നമുക്ക് മൈക്കിനെ രക്ഷിച്ച് നമ്മുടെ ജെയുടെ അടുത്തോട്ട് കൊണ്ടുപോകണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒന്ന് കയറി ഒളിക്കുന്നുണ്ട് ഗൈസ്, എനിക്കൊരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇവിടെ നേരെ ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഗൈസ്, ഇവിടെ കണ്ടോ ഗൈസ് 3 ഫ്രഞ്ചല്ലല്ലോ, എപ്പോഴും ഫ്രഞ്ച് വാൾവുണ്ട് ഗൈസ്. ഈ വാൾവൊന്നും ഇവിടെ ഇല്ല ഗൈസ്, അതൊക്കെ നമ്മൾ ഒപ്പിക്കണം. എന്നിട്ട് എൻ്റെ തൊട്ട് സൈഡിലെ ഡോർ ഉറങ്ങണം ഗൈസ്. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് പണിയുണ്ട്, അതൊക്കെ വീഡിയോയിൽ നിങ്ങൾ കാണും ഗൈസ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒരുത്തം കിടന്ന് നടക്കും ഗൈസ്. ആ ഭയങ്കര പ്രശ്നമാണ്, അത് നമ്മൾ സൂക്ഷിക്കാണ്ടിരിക്കുന്നു. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്കൊരു മെറ്റൽ ബാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് ഗൈസ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മൾ സൂക്ഷിച്ച് നോക്കി പോകാം ഗൈസ്. ഓക്കെ, നമ്മുടെ മെറ്റൽ ബാർ കയ്യിലെടുത്തിട്ടുണ്ട്. നമുക്കിത് മുകളിലൊരു സ്ഥലത്താണ് ഗൈസ്. നമുക്കിത് മെയിനായിട്ടും ബ്ലൂ വാൾവിൻ്റെ സ്ഥലത്താണ് ഗൈസ് ഈ മെറ്റൽ റോഡ് ആവശ്യമുള്ളത്. അവിടെ പിന്നെ നമുക്കൊരു കോപ്പർ വയറും കൂടെ വേണം ഗൈസ്. അതിവിടെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. നോക്കട്ടെ ഗൈസ്, ഇവിടെ നമുക്കൊരു ഡിസ്ചാർജ് ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ബാറ്ററി നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഒരു സ്ഥലത്ത് സ്റ്റീം പോകും ഗൈസ്, അതൊക്കെ നമുക്ക് അടയ്ക്കണം ഗൈസ്. നമ്മൾക്ക് കളിക്കുന്നതിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. ആദ്യം തന്നെ നമുക്ക് ഈ ബാർ കൊണ്ട്, അതായത് ഈ മെറ്റൽ ബാർ നമുക്കിത് വെക്കേണ്ട സ്ഥലത്തോട്ട് കൊണ്ടുവയ്ക്കാം ഗൈസ്. ഗെയിം പയ്യെ തീർത്ത് നമുക്ക് കിട്ടുന്ന സ്ഥലമൊക്കെ വെച്ച് വരുമ്പം ചിലപ്പോൾ പെട്ടെന്ന് കഴിയും ഗൈസ്. ഓക്കെ, ഇതിവിടെയാണ് നമുക്ക് വെക്കേണ്ടത്. അടുത്ത് നമുക്ക് പോയി ആ ബാറ്ററി എടുത്തുകൊണ്ട് വരാം ഗൈസ്. എവിടെയാണത് ഇരുന്നത്? നമ്മളെ ബാറ്ററി നമുക്ക് ഏറെക്കുറെ നമ്മൾ ഇവിടെയാണ് ഗൈസ് കണ്ടത്. ഈ ബാറ്ററി നമ്മൾ മുകളിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അത് ചാർജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നമുക്ക് പിന്നെയുള്ള പാർട്സിലൊക്കെ ഓരോ ആൾക്കാരെ രക്ഷിക്കുന്നതായിരിക്കും ഗൈസ് മിക്കവാറും നമ്മുടെ വീഡിയോ. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെ എവിടെയാണ്? ഇവിടെ തന്നെയാണ് ഗൈസ്. ഇങ്ങോട്ട് ഇവിടെ ബാക്കിൽ എവിടെയായിരുന്നു? ഇവിടെയാണ് ഗൈസ് ഈ ബാറ്ററി ചാർജ് ചെയ്യേണ്ടത്. ഈ ലിവർ നമ്മളൊന്ന് പുൾ ചെയ്യണം ഗൈസ്. ഓക്കെ, ബാറ്ററി ചാർജിങ് എന്നൊക്കെ എഴുതുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളെ ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്. അതിൽ ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ട്. ഇത് നമുക്കൊരു ഗണ്ണുണ്ടാക്കണം ഗൈസ്. ഒരു ഗണ്ണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു ബാറ്ററി വേണം. ബാറ്ററി നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. നമുക്കൊരു ട്രാൻസ്ഫോമർ വേണം ഗൈസ്. ഇവിടെ ഒരു മൈക്രോവേവ് ഉണ്ട്, അതിൻ്റെ അകത്തു നിന്നാണ് ആ ട്രാൻസ്ഫോർമർ കിട്ടുന്നത്. അത് ഏതെങ്കിലും വലിയൊരു സ്ഥലത്ത് നിന്ന് താഴോട്ടിട്ടാൽ മതി ഗൈസ്. അത് പൊട്ടി നമ്മളെ കയ്യിലോട്ട് വരും. പിന്നെ ഇതിങ്ങനെ ഈ കൊച്ചുണ്ടാപ്പി കയറിപ്പോയല്ലോ, ഇതിൻ്റെ അകത്ത് കുറേ ഡ്രോയറും സാധനങ്ങളൊക്കെ ഉണ്ട്, ലോക്കറും എല്ലാം. അതൊക്കെ തുറക്കുമ്പോൾ നമുക്കൊരു പ്ലാങ്ക് കിട്ടും ഗൈസ്. അതും നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. എല്ലാം അവിടെ ആൾക്കാരുണ്ട് ഗൈസ്. നമുക്ക് നേരെ താഴോട്ട് പോവാം ഗൈസ്. എന്നിട്ട് താഴെ നമുക്ക് തപ്പിത്തുടങ്ങാം. ഇവിടെ നമുക്ക് നോക്കണം ഗൈസ്, ചിലപ്പോഴൊക്കെ ഇവിടെ നിന്നേ ഒരു റെഡ് വാൾവ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു വേസ്റ്റ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഇതൊന്ന് ഓണാക്കണം ഗൈസ്. എന്നാലേ നമുക്ക് ആയിട്ട് കളിക്കുമ്പോൾ ഇത് ഭയങ്കര ഉപയോഗമുള്ളൊരു സാധനമാണ് ഗൈസ്. നമുക്ക് കുറച്ച് ഓയിലൊക്കെ കളക്ട് ചെയ്യണം, അത് നിങ്ങൾ വീഡിയോ കാണും ഗൈസ്. ഇതെന്താണ് ഈ ലോക്കർ? ഇവിടെ എന്തോ കീ വേണം ഗൈസ്. മിസ്റ്ററി ലോക്കർ എന്നാണ് കാണിക്കുന്നത്. നമ്മുടെ ഗെയിം ഉണ്ടാക്കിയ ഒരു സിമ്പലൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. കാരണം ഈ ഗെയിം തുടങ്ങുമ്പം ഈ സിമ്പലൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താണത്? ഓക്കെ ഗൈസ്, നമുക്ക് റെഡ് വാൾവ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമുക്ക് അവിടെ ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞൊരു സാധനം. ഞാൻ താഴെ തപ്പിക്കൊണ്ടിരുന്ന സാധനം ഇതാണ് ഗൈസ്. ഓക്കെ, നമുക്കിത് നേരെ കൊണ്ട് ഇത് വാൾവ് വെക്കേണ്ട സ്ഥലത്തോട്ട് കൊണ്ട് വയ്ക്കാം. അത് ഇവിടെ വഴി ലോസ്റ്റ് ആകാൻ ഭയങ്കര സിമ്പിളാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കൊണ്ട് വയ്ക്കട്ടെ. അതാ ഇങ്ങോട്ട് കയറണം, പോടാ അങ്ങോട്ട്.
ഓക്കെ ഗൈസ്, ഇവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഗൈസ്. ഇവിടെ തന്നെ ഗൈസ്. നമുക്ക് പിന്നെ ഒരു ബ്ലൂ വാൾ വേണം, ഒരു ഗ്രീനും വേണം ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ നേരെ അടുത്തൊരു സാധനം തപ്പിപ്പോവാം ഗൈസ്. ഇവ ഇങ്ങൊന്ന് പോട്ടെ, അപ്പം നേരെ അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ ഇതെന്താണ് മാഷ്മലോ. ഓ ഗൈസ്, നമുക്കിതിൽ ഫുഡൊക്കെ തിന്നാൻ പറ്റും, വിച്ച് വാസ് ഗുഡ്. ഓക്കെ, നമുക്ക് അടുത്തൊരു സാധനം തപ്പിപ്പോവാം ഗൈസ്. അതിന് മുമ്പ് നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് സെർച്ച് ചെയ്യാം ഗൈസ്. വാതിൽ അടച്ചിടാം ഗൈസ്, വേറെ ആരും കയറി വരണ്ട. ഇവിടെ ഈ ലോക്കറിൽ ഒന്നുമില്ല. ഇല്ല, ഇങ്ങോട്ട് പോടാം. ഇല്ല ഇല്ല, ഒന്നുമില്ല ഗൈസ് ഇവിടെ ഒന്നും. ഇതെന്താണ്? ബാത്റൂം. വാവ് ഗൈസ്, ഇവിടെ ആരെങ്കിലുമൊക്കെ പോവുമോ ഗൈസ്? ഓക്കെ, കുറേ ബാത്റൂം ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്കൊന്നും കിട്ടാറില്ല. സാധാരണ ഒരു പ്ലാങ്ക് ഇവിടെ നിന്ന് കിട്ടാണ്ടാണ്. ഇതെന്താണ് ഈ എൻ്റെ? നമുക്ക് രക്ഷപ്പെടാം ഗൈസ്. ഇവിടെ വന്നാൽ പെട്ടും. ഇവിടെ രക്ഷപ്പെടാനൊന്നുമില്ല. കള്ള റോഡ്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും? ഒന്നുമില്ല ഗൈസ്. നമുക്ക് ആ ഓവൺ കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല ഗൈസ്, ഇവിടെ ഒന്നുമില്ല. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ എന്തെങ്കിലും? ഇല്ല. ഇവിടെ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇപ്പോൾ എന്താണ് പറയണതെന്ന് വെച്ചാലേ, നമുക്ക് നമ്മുടെ ഈ ഓവൺ ഉണ്ടല്ലോ, ഇത് മുകളിൽ കൊണ്ട് എറിഞ്ഞ് പൊട്ടിക്കാം ഗൈസ്. ഇവിടെ മറ്റൊരു കൊച്ചു പയ്യൻ കയറി വരാൻ ചാൻസ് ഉണ്ട്. ഇതുവരെ ഇവിടെ ഇല്ല. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് ആരുമില്ല, നമുക്കെടുത്ത് തറയിടാം. പൊട്ടിയില്ല. പൊട്ടി ഗൈസ്, പൊട്ടി കാണും. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ പാർട്ടും വെച്ചിട്ടുണ്ട്. എവിടെ? ഗൈസ്, പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോവുകയാണ്. പോട്ടെ. നമ്മുടെ ട്രാൻസ്ഫോർമർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് അയ്യോ, നമ്മുടെ റോഡ് വന്നു ഗൈസ്. ഇങ്ങനെയിപ്പോൾ ഇവിടെ അതിന് സൗണ്ടൊന്നും ഉണ്ടായില്ലല്ലോ. റോഡേ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം കണ്ടു ഗൈസ്, നമ്മളെ കണ്ട്. എന്തായാലും 2 ഉണ്ട ഉണ്ട് ഗൈസ്. നമുക്ക് ഒരു ഉണ്ടേരെ ആവശ്യമുള്ളൂ. നമുക്ക് ഒരുപാട് ഗൈസ് ഒന്നും പറ്റിയില്ല ഗൈസ്. ഇത് അയ്യാത്ത തോക്ക് നമ്മൾ ഉണ്ടാക്കിയോണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. നല്ല വർക്കിംഗ് ആണ്, 100%. ഓക്കെ, റോഡ് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം ഇങ്ങോട്ട് കയറുന്ന കണ്ടിട്ടില്ല. നമുക്കപ്പോൾ ഇത് മോളിൽ പോയി ഇവിടെ ഒരു ലോക്കുണ്ട് ഗൈസ്. ഇത് പൊട്ടിക്കാനാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. ഇതൊരു ഇലക്ട്രിക് ലോക്കാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെപ്പൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മനുഷ്യന് ഒന്നും പറ്റില്ല എന്ന് തോന്നുന്നു ഗൈസ്. കാരണം റോഡിനെ വെടിവെച്ചപ്പോൾ റോഡിനൊന്നും പറ്റിയില്ല. ഓക്കെ, ഇവിടെ റോഡിനെ കാണുന്നില്ല ഗൈസ്. നമുക്കിത് താഴെ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റീം ഉണ്ടെന്ന്, അവിടെ കൊണ്ടിടുമ്പോൾ ഇത് ഉരുവും ഗൈസ്. അതായത് ചൂട് തട്ടിയിട്ട് ഈ ഐസ് പൊട്ടിപ്പോവും. ഓക്കെ, നമുക്ക് അവിടെ കൊണ്ട് ഇതിടാം. ഇവിടെ അടുത്തെവിടെയായിരുന്നു ഗൈസ് അത്? അയ്യോ, വേണ്ട ഗൈസ്, വഴി തെറ്റി എനിക്ക്. എന്നാലും നമുക്ക് നേരെ പോകാം ഗൈസ്. ഭൂമി ഉരുണ്ടതല്ലേ ഗൈസ്, എവിടെയെങ്കിലും എത്താതെ ഇരിക്കില്ല. ഇവിടെയാണ് ഗൈസ്. ഇവിടെ നമുക്ക് കൺട്രോൾ റൂമും ഉണ്ട്. ഇത് നമ്മൾ സൂക്ഷിച്ചിടണം ഗൈസ്, അല്ലെങ്കിൽ ഇത് പൊട്ടൂല. കണ്ട ഗൈസ്, അതിൻ്റെ അടുത്ത് ഭയങ്കര ചൂടാണെന്ന്. അവിടെ അല്ല, അങ്ങോട്ട്. ഓക്കെ, അത് ഉരുന്നുണ്ടോ? യെസ് ഗൈസ്, അത് വെള്ളമാകുന്നുണ്ട്. നമുക്കിപ്പോൾ ഏറെക്കുറെ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഗൈസ്. പിന്നെ നമുക്ക് മൈക്കല്ല ജയനെ വിളിക്കാം ഗൈസ്. ജയൻ്റെ നമുക്കെല്ലാം പറഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്യാൻ പറയാം ഗൈസ്. ജയായിട്ട് കളിക്കട്ടെ, നമ്മൾ ചുമ്മാ വിളിക്കുന്നു. ഇപ്പം മൈക്കിൽ നിന്ന് നമ്മൾ ജയനെ വിളിച്ചാൽ നമുക്ക് ജയാവാൻ പറ്റും ഗൈസ്. നമുക്ക് ട്രാൻസ്ഫോം ആവാൻ പറ്റും. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾക്ക് വിളിച്ചിരിക്കുന്നത് ഗൈസ്. ഈ ഗണ്ണ് നമുക്കെടുക്കാം. എന്നിട്ട് നമുക്കൊരു ഡോർ ഹുക്ക് വേണം ഗൈസ്. നമ്മുടെ റോഡണ്ണൻ്റെ വർക്ക്ഷോപ്പിൽ കാണും ഗൈസ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ഡോർ ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മുകളിൽ മുമ്പ് തുറക്കാത്തൊരു റൂം ഇപ്പം തുറക്കാൻ പറ്റും ഗൈസ്. അയ്യോ, പോടോ ഇപ്പം പാടി എന്ന് പോയി എത്താനാണ് ഗൈസ്. നമുക്ക് ഈ ഡോർ ഹാൻഡിൽ നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള എവിടെയെന്ന് വെച്ചാൽ ഗൈസ് ഇതിൻ്റെ അകത്താണ്. ആരുമില്ലല്ലോ, നമ്മൾ നോക്കി പോവുകയാണ് ഗൈസ്. ഇത് നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തിടാം ഗൈസ്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതിന് മുമ്പ് ഒരു റോഡിൻ്റെ ഒരു ക്ലീനർ ഉണ്ടല്ലോ ഗൈസ്. ആ ക്ലീനർ പയ്യനെ നമുക്ക് കൊല്ലണം ഗൈസ്. അതായത് മർഡർ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നല്ല ഫോഴ്സിൽ വിട്ടാലാണ്
നമ്മുടെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പയ്യനെ കൊല്ലാൻ പോവുകയാണ് ഗൈസ്. ഇവനെ നമ്മൾ മർഡർ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. പയ്യൻ തൻ്റെ പയ്യെ ക്ലീൻ ചെയ്ത് വരും ഗൈസ്. കണ്ടോ, ഇവങ്ങനെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമ്മളിവനെ അങ്ങറ്റ ഒരു AC ഉണ്ട് ഗൈസ്, നമ്മൾ അവിടെ ഇട്ടാണ് ഇവനെ കൊല്ലാൻ പോകുന്നത്. നമ്മളിങ്ങനെ ഓരോ ഒബ്സ്റ്റക്കിൾസ് എല്ലാം മാറ്റി ഇങ്ങനെ അടിച്ചടിച്ച്, അതായത് എല്ലാ വിൻഡോയിലും നമ്മൾ വേസ്റ്റ് ഇടും. അപ്പോൾ ഇവ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരും. ക്ലീൻ ചെയ്തതോ അങ്ങറ്റം കണ്ട ഗൈസ്, അവിടെ ഇത്തിരി മുമ്പ് ഒരു AC ഉണ്ടായിരുന്നു ഗൈസ്, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവനെ കൊല്ലും. അപ്പോൾ ഗൈസ് നമുക്ക് അങ്ങോട്ട് പയ്യെ പോവാം ഗൈസ്. ഇവിടെ എല്ലാവിടെയും നമ്മൾ ഇടയാണ് ഗൈസ്, കാരണം വല്ല ഒബ്സ്റ്റക്കിൾസിലും തട്ടിയാൽ പിന്നെ അവൻ വരത്തില്ല. അതുകൊണ്ട് നമ്മളിത് കറക്റ്റായിട്ട് തന്നെ ഇടണം. ഓക്കെ, ഇവിടെ ഇട്ട് ലാസ്റ്റ് ഇവിടെ ഇട്ടിട്ട് മൊലി അവിടെയും കൂടെ ഇടുമ്പോൾ ഇവൻ ഡെഡാവും ഗൈസ്. അവിടെ നമുക്ക് 4-5 എണ്ണം ഇടാം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ പാവമല്ലേ, ലാസ്റ്റത്തെ തൂപ്പല്ലേ. പിന്നെ ഗൈസ് ഇത് റോബോട്ട് ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല ഗൈസ്, റോഡ് വേറെ ഉണ്ടാക്കിക്കോളും. ഇവൻ്റെ മൂക്ക് ഇവിടെ താഴെ എവിടെയെങ്കിലൊക്കെ വന്ന് വീഴും ഗൈസ്. ഓക്കെ, ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ മോലിൽ പോയിട്ട് അവിടെ നിന്ന് വന്ന് വീണ് ചാവും. വീഴത്തില്ല, അവനെ ആ AC വലിച്ചെടുക്കും ഗൈസ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ അത് കാണാം, നിങ്ങളിത് കാണുക. പാവം പയ്യല്ലേ, ഭയങ്കര ഡെഡിക്കേഷനോടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു, നമ്മളെ കൊന്നു കളഞ്ഞു. റോബോട്ടല്ലേ ഗൈസ്, കുഴപ്പമില്ല. അതുകൊണ്ട് കണ്ട ഗൈസ്, ഈ നോസ് ഒന്ന് വീഴും ഇവിടെ. അപ്പോൾ നമുക്ക് ഗൈസ് ഇത് സ്കിപ്പ് അടിച്ചിട്ട് നമുക്ക് അങ്ങ് പോയിട്ട് തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തോട്ട് തന്നെ പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് പോകണം. നമുക്ക് ഈ ഡോർ ഹാൻഡിൽ എടുത്തിട്ടാണ് ഗൈസ് ഞാൻ താഴോട്ട് പോകുന്നത്, കാരണം ഇതിൻ്റെ അകത്തോടെ നമുക്ക് താഴോട്ട് പോകാൻ പറ്റും. അവിടെ എവിടെയെങ്കിലാണ് ഗൈസ് നമ്മുടെ റോബോട്ട് പയ്യൻ്റെ നോസ് ഒന്ന് കിടക്കുന്നത്, അതായത് മൂക്ക്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ വെച്ചിട്ട് എന്തോ ഇവിടെയും ഒരു ക്ലീനർ പയ്യനുണ്ട് ഗൈസ്, ഇവനെയും കൂടെ നമുക്ക് തട്ടിയാലോ, എന്താണ് പറയുന്നു? ഓക്കെ, നമ്മൾ ഈ ഹാൻഡിൽ ഈ ഡോറിന് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇത് ഭയങ്കര കട്ടിയാണ് ഗൈസ്. അപ്പോൾ അയ്യോ റോഡാണ്, ഇങ്ങനെ ഇത് എവിടെ പോകണം? നമ്മളെ മൂക്ക് ഇതാണ്ടായിരിക്കും ഗൈസ്, നമുക്ക് ഈ മൂക്ക് എടുക്കണം. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ ഗൈസ്? എന്താണിത്? ഡാമാണ് ഗൈസ് നമ്മുടെ സൈഡിൽ, റോഡിൻ്റെ ഡാം. ഇങ്ങോട്ട് വാടോ, ഹലോ റോഡണ്ണാ, ഇങ്ങോട്ട് വാ. ഇല്ല ഗൈസ്, റോഡണ്ണം പോവുകയാണ്. റോഡിനെ ചുമ്മാ എങ്ങ് വിളിക്കേണ്ട ഗൈസ്, അങ്ങേര് പോണ വഴിക്ക് പോട്ട്. ഓക്കെ, ഇവിടെയാണ് ഗൈസ് നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യണം. അയ്യോ, ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ടിന്ന് വേണം ഗൈസ്, അതായത് ചെറിയൊരു ഡപ്പ, അത് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് നമ്മുടെ ഓഫീസ് ഉണ്ടല്ലോ ഗൈസ്, ഇവിടെ ഒരു 3-4 റൂം, അതിൻ്റെ അകത്ത് നിന്ന് എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടും ഗൈസ്. അപ്പം നമുക്കതൊന്ന് തപ്പി കണ്ടുപിടിക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിങ്ങനെ പയ്യെ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് റോഡിൻ്റെ മൂക്ക് നമ്മളെ കയ്യിലുണ്ട്, റോഡിൻ്റെ അല്ലല്ലോ, മിനി റോഡിൻ്റെ മൂക്ക് നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, അത് നമ്മൾ അവിടെ ഇട്ടിട്ട് നമ്മൾ നേരെ ഓഫീസിലോട്ട് എൻ്റർ ആയിരിക്കുകയാണ്. ഇവിടെ ഞാൻ കുറേ നേരം തപ്പിയിട്ടാണ് ഗൈസ് എനിക്ക് അവസാനം അത് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഇത്തിരി അത് സ്പീഡാക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഇത് ഇത്തിരി അധികം സ്പീഡാക്കിയിട്ടുണ്ട് ഗൈസ്, കാരണം ഇത് കുറേ നേരം ഞാൻ തപ്പിയിട്ടാണ് ഗൈസ് നമുക്ക് നമ്മുടെ ആ ഒരു ഡപ്പ കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ കുറേ പണിയൊക്കെ നമുക്ക് തന്നു, നമ്മളെ ഓട്ടിട്ട് ഓടൊക്കെ ചെയ്ത് അവസാനം നമുക്ക് നമ്മുടെ ടിൻ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഐശ്വര്യം വന്നതും അങ്ങേരും വന്നു. ഓക്കെ, നമ്മളെ ഒരു ബോംബുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്താണ് ബാക്കിൽ നിന്ന് ഇവൻ വന്ന് ഷോക്കടിപ്പിച്ചാണോ? മാറോ, പക്ഷേ എൻ്റെ ഡപ്പേരെ പുറത്തോട്ട് കയറി കിടക്കുന്നു, ചവിട്ട് ഞാൻ. ഓക്കെ, ഇത് നമുക്ക് അയ്യോ ഇവൻ്റെയും കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് വണ്ടി കയറി പോകാം ഗൈസ്. ഇവിടെ എവിടെയോ ഒരു ഓയിൽ എടുക്കണ സാധനമുണ്ട് ഗൈസ്, അപ്പുറത്താണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് നേരെ അപ്പുറത്തോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇതാണ് ഗൈസ് ആ പൊട്ടിയ പൈപ്പ്, ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേ ഓയിൽ എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് ഇതിൻ്റെ അകത്ത് ഒരുത്തമുണ്ട് ഗൈസ്, നമ്മളാ കഴിഞ്ഞ വീഡിയോയിൽ ഗൈസ് ഒരു മ്യൂസിയത്തിൽ ഇരുന്നല്ലോ ഒരുത്തൻ, അവൻ ആ വേസ്റ്റിൻ്റെ സ്ഥലത്തുണ്ടായിരുന്നു ഗൈസ്. ഞാൻ നോക്കണം, കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഓയിൽ അവിടെ അപ്ലൈ ചെയ്യണം, പിന്നെ മുകളിൽ നിന്ന് മൂക്കെടുത്തിട്ട് വരണം,
ഇങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് ഗൈസ്. ഈ ഓയിൽ നമ്മളിവിടെ അങ്ങനെ ഒഴിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മളിത് തിരിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ എന്താണ് നടക്കണതെന്ന് വെച്ചാൽ നമ്മൾ മൈക്കിൻ്റെ അവിടെ സ്റ്റീമൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ, നമ്മൾ ഐസൊക്കെ കൊണ്ടിട്ട് ഉരുവാൻ വേണ്ടി. അവിടെ ആയിട്ട് ആ സ്റ്റീം ഇപ്പം നിൽക്കും. ഇപ്പം വരട്ടെ ഗൈസ്. ഇവിടെ ലാഡർ ഉണ്ട് ഗൈസ്. നമുക്ക് ഇതൊഴി കയറാം. നമുക്ക് ഈ മൂക്കെടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ റോഡിൻ്റെ മൂക്കെടുത്തിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് നമുക്ക് നേരെ കൊണ്ടുപോയി നമ്മളിപ്പോൾ വന്ന റൂമിൻ്റെ തൊട്ടപ്പുറത്തെ റൂമിൽ കൊണ്ടുവയ്ക്കാം. അവിടെയാണ് ഗൈസ് ഇത് വയ്ക്കേണ്ട സ്ഥലം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക ഗൈസ്. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എനിക്കറിയാമെങ്കിൽ ഞാൻ മാറ്റി തരാം. ഞാൻ പിന്നെ ഈ ഗെയിമിൽ വലിയ പ്രോ ഒന്നും അല്ല ഗൈസ്. ഓക്കെ, ഇവ എന്താണ് ഇവിടെ അങ്ങ് പൊക്കിയോ? ഇത്രയും നേരം കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരെല്ലാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ ഇതിൻ്റെ അകത്താണ് വെച്ചിട്ട് നമ്മൾ അടയ്ക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് പിന്നെ നേരെ നമ്മുടെ മൈക്കാവാം ഗൈസ്. മൈക്കിലാണ് പിന്നെ ബാക്കി പരിപാടിയെല്ലാം. നമുക്ക് തിരിച്ച് മുകളിലോട്ട് പോകാം. അപ്പം നമുക്ക് നേരെ മൈക്കായിട്ട് കാണാം. അയ്യോ, ഇതെന്താണ് ഗൈസ്? ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അയ്യോ ഗൈസ്, നമുക്ക് ഇതിങ്ങനെ തലയ്ക്കറിയാം. പോടോ കൊള്ളാം ഗൈസ്. നമുക്ക് തിരിച്ചു വരാം ഗൈസ്. നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം ഗൈസ്. ഇങ്ങനെ ചത്താ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഗൈസ്. ഗൈസ്, നമ്മൾ റോഡ് ചത്ത് ഗൈസ്. റോഡ് മാമ ചത്ത് ഗൈസ്. പാവം. എടാ, നിൻ്റെ അണ്ണ അവിടെ ചത്ത് കിടക്കണ്. പോടാ. ഇവന്മാരെല്ലാം നമ്മളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എടാ, അണ്ണൻ ചത്ത് പോടാ. അവന്മാരെന്താ ചേട്ട് ഗൈസ്. നമുക്ക് നമ്മുടെ മൈക്കാവാം ഗൈസ്. ഇത് കുറ്റിടുന്നുണ്ട്. ഓക്കെ, മൈക്കാകാം. എന്നിട്ട് ബാക്കി പരിപാടി നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. എടാ മൈക്ക്, നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടെ നിന്ന് ഇറങ്ങാം. നേരെ നമ്മുടെ താഴെ. ഓക്കെ ഗൈസ്, നമ്മുടെ ഗ്രീൻ വാൾവ് ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് അതിൻ്റെ മുമ്പ് ഈ കോപ്പർ എടുത്തുകൊണ്ട് മുകളിൽ വെച്ചിട്ട് ബ്ലൂ വാൾവ് ആണെങ്കിൽ ഈ കോപ്പറും കൂടെ അവിടെ വയ്ക്കുമ്പോൾ എന്തോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അങ്ങനെയാണ് ഗൈസ് നമുക്ക് ബ്ലൂ വാൾവ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഇതിൽ നമ്മൾ മൊത്തം ചുറ്റി അങ്ങ് വെച്ചിട്ടുണ്ട്. എന്താണ് ഒന്നും സംഭവിക്കാത്ത? എന്താണ് കിട്ടിയ? എന്താണ് ഗൈസ്, അവിടെ നമ്മുടെ ബ്ലൂ വാൾവ് കാണുന്നില്ലല്ലോ. പിന്നെ അവിടെ പോയി ബഗ്ഗായ? അവിടെ തന്നെ ഉണ്ടാ? ഇതെന്താണ് ചെയ്യേണ്ട? നമ്മളെല്ലാം ഇവിടെ ചെയ്തല്ലോ. ഇതെന്താണ്? ഓക്കെ ഗൈസ്, ഇതിൻ്റെ അകത്ത് ബട്ടൺ ഉണ്ട്. നമ്മളിത് ചെയ്യണം, എന്നാലേ നമുക്കിത് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇതെന്താണ്? എനിക്ക് ഒരു തരുന്നില്ല ഗൈസ് എനിക്ക്. എനിക്ക് ഷോക്ക് അടിച്ച്. ഗൈസ്, അവിടെ ഓഫാക്കണമെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. എന്തായാലും വാൾവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഷോക്ക് അടിച്ചെങ്കിൽ നമുക്ക് വാൾവ് കിട്ടിയല്ലോ ഗൈസ്. അപ്പം നമുക്കിത് നേരെ കൊണ്ട് നമ്മുടെ മറ്റേ സ്ഥലത്തോട്ട് വയ്ക്കാം. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ വച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഗ്രീൻ വാൾവ് എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ വാൾവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ തിരിച്ചൊരു കുറേ നേരം ചെയ്ത് ഗൈസ്. എന്നിട്ടാണ് അവസാനം മനസ്സിലായത് എന്താണെന്ന്. കണ്ട ഗൈസ്, നമ്മൾ ആ മൂക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ വീഡിയോ ഇത്തിരി സ്പീഡാക്കുന്നുണ്ട് ഗൈസ്. ആ മൂക്ക് വന്ന് നേരെ ആ ബ്ലൂ ബട്ടണിൽ ഇടിക്കുമ്പം ഈ വാതിൽ തുറക്കും ഗൈസ്. എങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് എസ്കേപ്പ് ആവാം. അപ്പം ഞാൻ വീഡിയോ നല്ല രീതിയിൽ സ്പീഡാക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോൾ വീഡിയോ നല്ല രീതിയിൽ സ്പീഡാക്കിയിട്ടുണ്ട് ഗൈസ്. കാരണം ഇത് ഏറെക്കുറെ 11 മിനിറ്റാണ് ഗൈസ് ഞാൻ ഇങ്ങനെ വാൾവ് തിരിച്ചിരുന്നത് ഗൈസ്. അവസാനം മനസ്സിലായി ഗൈസ്. ആദ്യം ഈ റെഡ്, പിന്നെ ബ്ലൂ, പിന്നെ റെഡ്. ഞാൻ ഓരോ കളറും ഓരോ വട്ടം വെച്ചാണ് ഗൈസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നേരം. അതുകൊണ്ടാണ് ഇത്രയും നേരം സമയമായത്. ഓക്കെ, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വരെയാണ്. ഗൈസ്, അതിന് നേരെ ഇടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ടണൽ വരുന്നത് ഇതിൻ്റെ അകത്തോട്ട് കയറാം. നേരെ വന്ന് വീഴുന്നത് നമ്മളിരിക്കുന്ന സ്ഥലത്തോട്ടാണ്. അതായത് നമ്മുടെ ജെ ഇരിക്കുന്ന സ്ഥലത്തോട്ടാണ് മൈക്ക് വന്ന് വീഴുന്നത്. ഓക്കെ, അവർ രണ്ടുപേരും ഒരുമിച്ച് ഹായൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെയെന്ന് നോക്കാനാണ് ഗൈസ് അവര്. ഓക്കെ, ജയന്റ് കിച്ചൺ എന്തൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മുടെ
ഐസ്ക്രീം 5 ഇവിടെ തീരുന്നുണ്ട്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യും. ബൈ.